കാർഷിക വാർത്തകൾ. പ്രകൃതിദത്ത റബ്ബറിന്റെ ഇറക്കുമതി തീരുവയിൽ മാറ്റം വരുത്തരുതെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് UPASI തീരുവ കുറച്ചാൽ ലക്ഷക്കണക്കിന് റബ്ബർ കർഷകരുടെ ഉപജീവനത്തെ ബാധിക്കുമെന്ന് സംഘടന മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ പ്രകൃതിദത്ത റബ്ബറിന്റെ നിലവിലെ ഇറക്കുമതി തീരുവ ഘടനയിൽ മാറ്റം വരുത്തരുതെന്ന് യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സദേൺ ഇന്ത്യ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തീരുവ കുറച്ചാൽ ഏകദേശം 13 ലക്ഷം റബ്ബർ കർഷകരുടെ ഉപജീവനത്തെ അത് ഗുരുതരമായി ബാധിക്കുമെന്ന് സംഘടന വ്യക്തമാക്കി. കഴിഞ്ഞ വർഷങ്ങളിലായി പ്രകൃതിദത്ത റബ്ബറും കോമ്പൗണ്ട് റബ്ബറും വലിയ തോതിൽ ഇറക്കുമതി ചെയ്യപ്പെടുകയാണെന്ന് റബ്ബർ കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. പ്രത്യേകിച്ച് ആസിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള നികുതിരഹിത ഇറക്കുമതി ആഭ്യന്തര വിപണിക്ക് സമ്മർദ്ദമാകുന്നതായും സംഘടന ആരോപിച്ചു. അതിനിടയിൽ വളം, തൊഴിലാളി വേതനം, സസ്യസംരക്ഷണ ചെലവ് എന്നിവ കുത്തനെ ഉയർന്നതോടെ റബ്ബർ കർഷകരുടെ ലാഭം കുറഞ്ഞിരിക്കുകയാണെന്നും UPASI അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാസവളക്ഷാമവും വിലക്കയറ്റവും കർഷകരെ വീണ്ടും ജൈവവളത്തിലേക്ക് തിരിച്ചു നയിക്കുന്നു. പാടത്തെ ചെമ്മരിയാടിൻ കൂട്ടത്തെ കിടത്തി ആട്ടിൻകാഷ്ടം വളമാക്കുന്ന രീതിക്കാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. രാസവളങ്ങളുടെ തീപിടിച്ച വിലയും പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്നുണ്ടായ ക്ഷാമവും സംസ്ഥാനത്തെ കർഷകരെ ജൈവവളങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന ചെമ്മരിയാടിൻ കൂട്ടങ്ങളെ പാടത്ത് കിടത്തി ആട്ടിൻകാഷ്ടം വളമാക്കുന്ന രീതിക്കാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. ഒരു ചെമ്മരിയാടിൻ കൂട്ടത്തെ ഒരു രാത്രി പാടത്ത് കിടത്താൻ 800 മുതൽ 1000 രൂപ വരെയാണ് കർഷകർ നൽകുന്നത്. ആടുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് തുക നിശ്ചയിക്കുന്നത്. ട്രാക്ടർ ചാണകത്തിന്റെ വില 2000 മുതൽ 2500 രൂപ വരെ എത്തിയതോടെ അത് പാടത്ത് വിതറാനുള്ള കൂലി കൂടി ചേർന്നാണ് ചെലവ് 3000 രൂപ കടക്കും. 1 ഏക്കർ സ്ഥലത്ത് കുറഞ്ഞത് 2 ട്രാക്ടർ ചാണകമെങ്കിലും ആവശ്യമായതിനാൽ ചെലവ് കുത്തനെ ഉയരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചെമ്മരിയാടിൻ കൂട്ടങ്ങളെ പാടത്ത് കിടത്തി സ്വാഭാവികമായി ആട്ടിൻകാഷ്ടം മണ്ണിലേക്ക് എത്തിക്കുന്ന പഴയ രീതി വീണ്ടും വ്യാപകമാകുന്നത്. ഒരു ചെമ്മരിയാടിൻ കൂട്ടത്തിനൊപ്പം ഇവയെ മേയ്ക്കാനും പരിപാലിക്കാനുമായി 4 പേരെങ്കിലും ഉണ്ടാവും. ഇവർക്കുള്ള ഭക്ഷണ ചെലവായാണ് 800 രൂപ ഈടാക്കുന്നതെന്ന് കർഷകർ പറയുന്നു. അതേസമയം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ചെമ്മരിയാടിൻ കൂട്ടങ്ങളുടെ വരവ് കുറഞ്ഞതായും കർഷകർ പറയുന്നു. നാടനാടുകളുടെ കാഷ്ടം ലഭ്യത കുറഞ്ഞതോടെ ഫാമുകളിലെ ചാണകവളത്തെയാണ് കൂടുതലായും ആശ്രയിക്കുന്നത്. എന്നാൽ ചാണകത്തിനും ക്ഷാമവും വിലക്കയറ്റവും അനുഭവപ്പെടുകയാണ്. ഇതിനിടെ വേനൽ മഴ ശക്തമായതോടെ പാടങ്ങളിൽ വെള്ളം കയറി തുടങ്ങി. ഇതോടെ ചെമ്മരിയാടിൻ കൂട്ടങ്ങൾ മടക്കയാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് മാംസവില കുത്തനെ ഉയരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലി കോഴി വരവ് കുറഞ്ഞതോടെ ബീഫിനും ചിക്കനും വില കൂടിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് മാംസവില കുത്തനെ ഉയരുന്നു. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കന്നുകാലി വരവ് കുറഞ്ഞതോടെയാണ് പോത്തിറച്ചിയുടെ വില ഉയർന്നത്. 1 വർഷം മുമ്പ് കിലോയ്ക്ക് 380 രൂപയുണ്ടായിരുന്ന പോത്തിറച്ചി ഇപ്പോൾ 480 മുതൽ 500 രൂപ വരെയായി. ചരക്കു നീക്കത്തിലെ തടസ്സങ്ങളും ഉയർന്ന ഗതാഗത ചെലവും വിലവർധനയ്ക്ക് കാരണമായെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അതേസമയം ആന്ധ്ര, തെലങ്കാന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ ഇറച്ചി കയറ്റുമതി കമ്പനികൾ ഉയർന്ന വിലയ്ക്ക് പോത്തുകളെ വാങ്ങുന്നതും കേരളത്തിലെ ലഭ്യത കുറയാനിടയാക്കി. ലോകവിപണിയിൽ ഇന്ത്യൻ പോത്തിറച്ചിക്ക് ആവശ്യകത കൂടിയതോടെ ഗ്രാമീണ മേഖലകളിൽ നിന്നുപോലും കന്നുകാലികളെ കയറ്റുമതി സ്ഥാപനങ്ങൾ നേരിട്ട് വാങ്ങിക്കൊണ്ടുപോവുകയാണ്. ഇതിനിടെ കോഴിയിറച്ചി വിലയും കുതിച്ചുയർന്നു. 3 ദിവസത്തിനിടെ കിലോയ്ക്ക് 135 രൂപയിൽ നിന്ന് 175 രൂപയായി. കനത്ത ചൂടിൽ കോഴിക്കുഞ്ഞുങ്ങൾ വ്യാപകമായി ചത്തതും ഉൽപാദനം കുറഞ്ഞതുമാണ് പ്രധാന കാരണം. ഗ്യാസ് വിലയും ഇറച്ചി വിലയും ഉയർന്നതോടെ ഹോട്ടൽ ഭക്ഷണത്തിനും വില കൂട്ടേണ്ട സാഹചര്യമാണെന്ന് ഹോട്ടൽ റെസ്റ്റോറന്റ് സംഘടനകൾ പറയുന്നു. ഇറച്ചി വില നിയന്ത്രിക്കാൻ സർക്കാരിന് ഫലപ്രദമായ സംവിധാനങ്ങളില്ലെന്നും വ്യാപാരികൾ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.